ഇന്നൊരു കൊള്ളക്കാരൻ്റെ കഥയുമായാണ് ടോക്കിംഗ് ഹിസ്റ്ററി വന്നിരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ആനവേട്ടക്കാരിൽ ഒരാൾ, സത്യമംഗലം കാടും കടന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വരെ ഉലച്ച വീരപ്പൻ്റെ കഥ. ടോക്കിംഗ് ഹിസ്റ്ററിയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോക്കുകളോടും വേട്ടയാടലിനോടും പ്രണയമുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ലോകം ഭയന്ന ഭീകരനായ ഒരു വേട്ടക്കാരൻ കൊള്ളക്കാരനായി വളർന്നതെന്ന് നമുക്ക് നോക്കാം. മെലിഞ്ഞ ശരീരം, തീക്ഷ്ണമായ കണ്ണുകൾ, നീണ്ടുവളഞ്ഞ കപ്പടാമീശ, കയ്യിൽ സന്തത സഹചാരിയായ തോക്ക്. വനം കൊള്ളക്കാർ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും രാജ്യത്തിനകത്തും പുറത്തും ഏറ്റവും കുപ്രസിദ്ധി നേടിയിട്ടുള്ള കൊള്ളക്കാരൻ വീരപ്പൻ തന്നെയായിരുന്നു. വീരപ്പനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാട്ടുകള്ളൻ, ചന്ദനക്കടത്തുകാരൻ, ആനവേട്ടക്കാരൻ, കൊലയാളി എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് വീരപ്പന്. തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ 3 സംസ്ഥാനങ്ങളിലായിരുന്നു കൂസു മുനിസ്വാമി വീരപ്പൻ എന്ന വീരപ്പൻ്റെ തട്ടകം. സത്യമംഗലം വനത്തിനുള്ളിലിരുന്ന് വീരപ്പൻ മീശ വിരിച്ചാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോലീസുകാർക്കും നേതാക്കന്മാർക്കും ചങ്കിടിപ്പ് കൂടുമായിരുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കൊള്ളക്കാരനെ പിടികൂടാനായി ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് വീരപ്പൻ്റെ കാര്യത്തിലാണ്. 100 കോടിയിലധികം വരും ആ ചെലവെന്ന് അനൗദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. 1952 കർണാടകത്തിലെ കൊല്ലേഗലയിലെ ഗോപിനാഥം ഗ്രാമത്തിലെ തമിഴ് കുടുംബത്തിലാണ് കൂസു മുനിസ്വാമി വീരപ്പൻ ജനിച്ചത്. അമ്മാവനായ സാൽവേ ഗൗണ്ടർ വനം വേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായിരുന്നു. അമ്മാവൻ്റെ സഹായിയായിട്ടാണ് വീരപ്പനും വനം കൊള്ളയിലേക്ക് തിരിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉന്നം തെറ്റാതെ തോക്കുപയോഗിക്കാൻ കുട്ടിയായ വീരപ്പൻ പഠിച്ചു. അതിവേഗം തോക്ക് വീരപ്പന് തൻ്റെ ഒരു ശരീരഭാഗം പോലെ ആയി മാറി. 10ാം വയസ്സിൽ തന്നെ വീരപ്പൻ തൻ്റെ ആദ്യ ആനവേട്ട നടത്തി. ഗോപിനാഥ് എന്ന കൊമ്പനെ വെടിവെച്ച് വീഴ്ത്തി കൊമ്പൂരിയാണ് തുടക്കം കുറിച്ചത്. അന്ന് ആ ആനക്കൊമ്പിന് ലഭിച്ചത് 60 രൂപയായിരുന്നു. 14ാം വയസ്സിൽ അമ്മാവൻ്റെ സംഘത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് സ്വയം കൊള്ളയടി തുടങ്ങി. 1980ഓടെ ആയുധങ്ങളും അനുയായികളും ഉന്നതരുടെ സഹായവുമൊക്കെയായി സ്വാധീനമുള്ള വലിയൊരു കൊള്ള സംഘത്തിൻ്റെ തലവനായി മാറി വീരപ്പൻ. മാർഗതടസ്സം സൃഷ്ടിച്ചവയെയൊക്കെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വീരപ്പൻ സത്യമംഗലം വാണു. 1985ഓടെ 4 കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊന്നുതള്ളി. ഒറ്റുകാരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്ക് കടുത്ത താക്കീതാക്കിക്കൊണ്ട് നിഷ്കരുണം കൊന്നുതള്ളി. വീരപ്പനെ പിടിക്കാൻ നിയോഗിച്ച സംഘത്തിലെ തലവൻ വീരപ്പൻ്റെ കൂട്ടാളികളെന്ന് മുദ്രകുത്തി പിടികൂടിയ 17 പേരെ ശിക്ഷിക്കാനായി പൂണ്ടി മലയടിവാരത്ത് തമരടിപ്പിച്ച് ഉറപ്പിച്ചു നാട്ടിയ ഒരു ഇരുമ്പുകൂട് കണ്ടെടുത്തിട്ടുണ്ട്. എലിപ്പെട്ടി കണക്കെ ഇരുമ്പ് കമ്പികൾ വെൽഡ് ചെയ്ത് നിർമ്മിച്ച കൂടിന് 3 അടി നീളവും വീതിയും. പിടികൂടിയ 17 പേരെയും കൂട്ടിനകത്തേക്ക് മടക്കി ഇടിച്ചു കയറ്റി. എന്നിട്ട് ചങ്ങല കൊളുത്തി പാറയിൽ നാട്ടി. ഒന്ന് തിരിയാൻ പോലുമാകാതെ വെയിലും മഞ്ഞുമേറ്റ് 17 പേരും മരിച്ചു. രാത്രിയിൽ കൂട്ടിൽ കിടന്നവരുടെ മാംസം നരികൾ കടിച്ചു പറിച്ചു. ഇതിനു പകരം സത്യമംഗലത്ത് നിന്ന് പിടികൂടിയ 7 പോലീസുകാരെ വീരപ്പൻ വലിയ പാത്രത്തിലിട്ട് പുഴുങ്ങിക്കൊന്ന് പ്രതികാരം വീട്ടി. ഇപ്രകാരം 184 പേരെ വീരപ്പൻ കൊലപ്പെടുത്തി. ഇവരിൽ അധികവും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ധനികരെയും ഉന്നതരെയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിലൂടെയും വീരപ്പൻ കുപ്രസിദ്ധി നേടി. 1987 സത്യമംഗലം ഫോറസ്റ്റ് ഓഫീസറായ ചിദംബരത്തെ കിഡ്നാപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതോടെയാണ് അധികൃതരുടെ ശ്രദ്ധ വീരപ്പനിൽ പതിഞ്ഞു തുടങ്ങിയത്. 1993 മേട്ടൂരിലെ ഗോവിന്ദപടിയിൽ ഒരാളെ പോലീസ് ചാരൻ എന്ന് ആരോപിച്ച് വീരപ്പൻ കൊന്നു. അതോടെ 41 അംഗ പോലീസ് ഫോറസ്റ്റ് സംഘം വനമേഖലയിലേക്ക് യാത്ര തിരിച്ചു. കർണാടകത്തിലെ ചാമരാജ് നഗർ ജില്ലയിലെ പാലാറിൽ വെച്ച് വീരപ്പൻ്റെ സംഘം സ്ഥാപിച്ച കുഴിബോംബ് സ്ഫോടനത്തിൽ ഇവരിൽ 22 പേർ മരിച്ചു. പാലാർ ബ്ലാസ്റ്റ് എന്ന പേരിൽ കുപ്രസിദ്ധമായ സംഭവം സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദമേറ്റി. ഇതിനിടെ പോലീസും വീരപ്പനും പലതവണ പരസ്പരം കൊമ്പുകോർത്തു. ഗുരുനാഥൻ എന്ന വീരപ്പൻ്റെ അനുയായിയെ SI ഷക്കീൽ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള കർണാടക പോലീസ് സംഘം വധിച്ചു. ഇതിനു മറുപടിയായി കർണാടകയിലെ കൊലീഗലയിലെ രാമപുരം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച വീരപ്പൻ 10ഓളം പോലീസുകാരെയാണ് വകവരുത്തിയത്. കാര്യങ്ങൾ ഇത്രത്തോളമായതോടെ ദൗത്യസംഘം വീരപ്പനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി.
വീരപ്പൻ്റെ തലയ്ക്ക് 5 കോടി ഇനാം പ്രഖ്യാപിച്ചു. പുതിയ സഹസ്രാബ്ദം പിറന്ന് മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ വീരപ്പൻ ദക്ഷിണേന്ത്യയെ മൊത്തത്തിൽ ഞെട്ടിച്ച് ഒരു കിഡ്നാപ്പിംഗ് നടത്തി. 2000 ജൂലൈ 30-ന് കന്നഡ സിനിമയിലെ ഇതിഹാസ താരം രാജ്കുമാറിനെ തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള ഗജനൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായിരുന്നു ഇത്. വൻ പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും ഈ സംഭവം വഴിമരുന്നിട്ടു. തുടർന്ന് വീരപ്പനുമായി മുൻപ് അഭിമുഖം നടത്തിയിരുന്ന നക്കീരൻ ഗോപാൽ എന്ന പത്രപ്രവർത്തകൻ മധ്യസ്ഥ ചർച്ചകൾ നടത്തി. 108 ദിവസം തടവിൽ പാർപ്പിച്ച ശേഷം രാജ്കുമാർ മുക്തനായി. 2002-ൽ എച്ച് നാഗപ്പ എന്ന കർണാടക മുൻ മന്ത്രിയെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജഡം വനത്തിൽ അഴുകിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ കർണാടക സർക്കാർ വീരപ്പനെ പിടികൂടുന്നവർക്ക് 15 കോടി ഇനാം പ്രഖ്യാപിച്ചു. അതോടെ വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യമായ ഓപ്പറേഷൻ കൊക്കൂൺ കൂടുതൽ ശക്തി പ്രാപിച്ചു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ മേധാവിയും മലയാളിയുമായ IPS ഓഫീസർ കെ വിജയകുമാർ ഉൾപ്പെടെ ദൗത്യത്തിന് നേതൃത്വം നൽകി. എങ്കിലും ദൗത്യസേനയ്ക്ക് നിരന്തരം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങേയറ്റം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഓരോ ശ്രമങ്ങളും. വനാതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വീരപ്പൻ വീരനായകൻ തന്നെയായിരുന്നു. തങ്ങളുടെ നേതാവിൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കാൻ അവർ ജീവൻ കൊടുക്കാനും തയ്യാറായിരുന്നു. വീരപ്പനു വേണ്ടി ഭരണകൂടം നടത്തിയ നരവേട്ട അതിക്രൂരമായിരുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ ക്യാമ്പ് ഓഫീസുകൾ തുറന്നിട്ടും ഗ്രാമീണർക്ക് നേരെ വ്യാപകമായ അതിക്രമങ്ങൾ നടത്തിയിട്ടും തങ്ങളുടെ നേതാവിനെ ഒറ്റിക്കൊടുക്കാൻ ഗ്രാമീണർ തയ്യാറായില്ല. അവരായിരുന്നു വീരപ്പൻ്റെ ശക്തി. വീരപ്പൻ്റെ ഭാര്യ മുത്തുലക്ഷ്മിയും മകൾ വിദ്യാറാണിയും പൊതുസമൂഹത്തിൻ്റെ അവഗണനകൾ ഏറെ അനുഭവിക്കേണ്ടി വന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ അധമരായ ഉദ്യോഗസ്ഥർ വീരപ്പൻ്റെ സഹോദരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. അതോടെ മനോനില തകർന്ന അവർ ആത്മഹത്യ ചെയ്തു. സ്ത്രീകളെ വളരെയേറെ ബഹുമാനിച്ചിരുന്ന വീരപ്പന് തൻ്റെ സഹോദരിക്കെതിരായ ആക്രമണം സഹിക്കാനായില്ല. അയാൾ കണയേറ്റ കരിമ്പുലിയെപ്പോലെ ക്രുദ്ധനായി. നിരവധി പോലീസുകാരും സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥരും ആ കലിയിൽ ഒടുങ്ങി. ആസ്മ രോഗിയായിരുന്നെങ്കിലും 25 കിലോമീറ്ററോളം സംഘാംഗങ്ങളോടൊത്ത് എല്ലാ ദിവസവും വീരപ്പൻ കാട്ടിലൂടെ സഞ്ചരിച്ചിരുന്നു. യാത്രക്കിടെ കോവിലുകളിൽ പൂജകൾ നടത്തി. ആഴ്ചയിൽ 2 തവണ മാത്രമായിരുന്നു വീരപ്പൻ്റെ കുളി. പുകവലി, മദ്യപാനം, വിഷയാസക്തി എന്നിവ ലെവലേശം പോലുമില്ല. ഊണിലും ഉറക്കിലും തോക്ക് കയ്യിൽ തന്നെ. ചന്ദനത്തടിയും ആനക്കൊമ്പും വിറ്റുകിട്ടുന്ന പണം വലിയ ഇരുമ്പുപെട്ടികളിലാക്കി വനത്തിൽ കുഴിച്ചിടുന്ന ശീലം വീരപ്പനുണ്ടായിരുന്നു. സത്യമംഗലം വനം 21 വർഷം അടക്കിവാണ വീരപ്പൻ കുഴിച്ചിട്ട പണപ്പെട്ടികളും ആനക്കൊമ്പുകളും ആയുധങ്ങളും ഇപ്പോഴും വനത്തിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞുകിടപ്പുണ്ട്. ആസ്മ രോഗിയായ വീരപ്പൻ കാട് വിട്ടിറങ്ങി ആശുപത്രിയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഈ അവസരം ഉപയോഗിക്കാൻ ദൗത്യസംഘം തീരുമാനിച്ചു. പോലീസ് സംഘത്തിൽ നിന്നുള്ള ചിലർ വീരപ്പൻ്റെ സംഘത്തിൽ അതിവിദഗ്ധമായി കടന്നുകയറിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുള്ള പാപ്പിരട്ടി ഗ്രാമത്തിലുള്ള ആംബുലൻസിലേക്ക് ആശുപത്രിയിൽ പോകാനായി വീരപ്പൻ വന്നുകയറി. എന്നാൽ 35 അംഗ പോലീസ് സേനയും മറ്റ് സുരക്ഷാ സൈനികരും ഗ്രാമത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ വീരപ്പനെയും സംഘത്തെയും ദൗത്യസംഘം വളഞ്ഞു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും വീരപ്പനും കൂട്ടാളികളും അതിന് ഒരുക്കമായിരുന്നില്ല. പിന്നീട് ശക്തമായ വെടിവയ്പുണ്ടായതായി പറയപ്പെടുന്നു. കൊല്ലപ്പെടുമ്പോൾ വീരപ്പൻ്റെ പ്രായം 52 വയസ്സായിരുന്നു. ഓപ്പറേഷൻ കൊക്കൂണിന് നേതൃത്വം വഹിച്ച കെ വിജയകുമാറിന് 2005-ൽ ധീരതയ്ക്കുള്ള പ്രസിഡന്റിൻ്റെ പോലീസ് മെഡൽ ലഭിച്ചു. വീരപ്പൻ്റെ നെറ്റിയിലാണ് മരണകാരണമായ വെടിയുണ്ട തറച്ചിരുന്നത്. എന്നാൽ തോക്ക് നെറ്റിമേൽ ചേർത്ത് വെച്ചതാണെന്നും അത് ആത്മഹത്യയാണെന്നുമൊക്കെയുള്ള അനൗദ്യോഗിക വാർത്തകളും അന്ന് പ്രചരിച്ചിരുന്നു. അതെന്തു തന്നെയായാലും സംഘത്തിലെ ഭൂരിഭാഗം പേരും ദൗത്യസേനയുടെ പിടിയിലായതും പല വിധത്തിലുള്ള രോഗങ്ങളാൽ വലഞ്ഞതുമെല്ലാം അവസാനകാലത്ത് വീരപ്പനെ ഒറ്റപ്പെടുത്തിയിരിക്കണം. വീരപ്പനെ ഒരു ധർമ്മയുദ്ധ പോരാളിയായി കണ്ടതുകൊണ്ടു തന്നെയാകണം ഗ്രാമവാസികൾ വീരപ്പൻ്റെ പേരിൽ അമ്പലം പണിതത്. അന്തർദേശീയ തലത്തിൽ വീരപ്പൻ വെറുക്കപ്പെട്ടവനായി മാറിയപ്പോഴും വീരപ്പനെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. എന്തുകൊണ്ടാണ് വീരപ്പൻ അവർക്കിടയിൽ ഒരു ഹീറോയായി വളർന്നു വന്നത്? അതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നൊമ്പരങ്ങളായിരിക്കും. ടോക്കിംഗ് ഹിസ്റ്ററിയുടെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.